നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് നൈനാമല ചന്തയിലെ വീഡിയോ ആണ്. രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചന്തയിൽ വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന പശുക്കളെയാണ്. അപ്പം സാധാരണ നമ്മൾ പോത്തുകുട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് പോത്തുകുട്ടി വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് പശുക്കൾ വെട്ടുമാടിന് വേണ്ടിയാണ് വലിയ മൂരികളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ തുടക്കമേ പശുക്കൾ ഉള്ള ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്. 32,000-30,000 ഒക്കെ ഓരോ പശുക്കൾക്ക് ചോദിക്കുന്നുണ്ട്. അവർ ഇഷ്ടംപോലെ കന്നുകൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഒരു 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ചന്തയിൽ എത്തിയിരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണി മുതലാണ് ഇവിടുത്തെ ചന്ത. തമിഴ്നാട് സേലം. ഒരുപാട് പശുക്കളുണ്ട്. ഇവിടേക്ക് വലിയ പശുക്കൾ ഇപ്പോൾ ഉണ്ട്. 40,000-45,000 ഒക്കെ പറയുന്ന പശുക്കളുണ്ട്. പാലുള്ളതും പാല് ഇല്ലാത്തതും മറ്റ് കറവായ പശുക്കളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല റേറ്റിലുള്ള പശുക്കളുണ്ട്. അവിടെ നമ്മളൊരു പശുവിൻ്റെ ഇങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പശു തന്നെയാണ്. ഇത് ഏകദേശം ഇപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അവർ വിൽപ്പനയ്ക്കായി വാങ്ങുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കറക്റ്റ് വില പറയുന്നില്ല. അവർ കച്ചവടക്കാർ പറയുന്ന വില, ആദ്യത്തെ വില ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അവർ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വില വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന്. വാങ്ങുന്ന പിന്നെ ഒരു 32 രൂപയാണ് ചോദിച്ചത്. ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണത്. അവരൊരു വില പറഞ്ഞു, രണ്ടാമത് അവരിങ്ങോട്ടൊരു വില പറഞ്ഞു. ഏകദേശം അത് കച്ചവടം ഉറച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കയറക്കഞ്ചി പേടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഏകദേശം കച്ചവടം ഉറച്ചിരിക്കുകയാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അങ്ങനെ അത് കച്ചവടമായി. ഇനി അടുത്തത് ഈ ഒരു വെള്ളപ്പശുവിന് വേണ്ടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അവർ 35,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 35. പാല് ഉള്ള പശു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഒരു ഉള്ളൻ പശുക്കുട്ടി, അല്ല മൂരിക്കുട്ടിയാണത്. പശുക്കുട്ടിയല്ല, അതൊരു മൂരിക്കുട്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ നേരം വെളുത്തതിന് ശേഷമാണ് ഇനി വീഡിയോ എടുക്കുന്നത്. ഒരു 5-6 പശുക്കളെ വാങ്ങി നമ്മൾ ഈ സമയമായിട്ട്. ഒരു വെള്ള പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട്. ഇതിനെ ഒരു 10 രൂപ ചോദിക്കുന്നുണ്ട് വെള്ള പോത്തുകുട്ടിക്ക്. ഈ ആഴ്ച നമുക്ക് പോത്തുകുട്ടിക്ക് ഓർഡർ ഇല്ല. അതുകൊണ്ട് നമ്മൾ പോത്തുകുട്ടിയുടെ അടുത്തോട്ട് പോയി വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ലൊരു പോത്തുകുട്ടി തന്നെയാണ്. തനി വെള്ള. അവിടെ കുറച്ച് ചെമ്പൻ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. ചെമ്പൻ കളറ് പോത്തുകുട്ടി ഇപ്പോൾ ചന്തയിൽ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ചന്തയിൽ ഇഷ്ടംപോലെ പോത്തുകുട്ടിയുണ്ട്. ഈ ആഴ്ച പോത്തുകുട്ടി എടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. ആ സൈഡിലൊക്കെ നല്ല കിടിലം പോത്തുകുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ആന്ധ്ര കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അവർ ലൈനായിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഓരോന്നിനും. ഇവിടേക്ക് കുറേ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞാണോ ഇല്ലയെന്ന് അറിയില്ല. എല്ലാ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നേരെ പശുക്കളെ ഏരിയയിൽ പോയത് കൊണ്ട് കച്ചവടം കഴിഞ്ഞാണോ ഇല്ലയെന്ന് അറിയില്ല. ആ ഭാഗത്ത് ഇവിടെയും നല്ല കിടിലം കുട്ടികൾ നിൽപ്പുണ്ട്. ജോഡി 17,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ജോഡിയല്ല, ഒരെണ്ണത്തിന് 17 രൂപ വെച്ചാണ് ചോദിക്കുന്നത് അവർ. 17,000 രൂപ. ഇത്തിരി ചെറിയ കുട്ടികളാണ്. ഇവിടെ ചെറിയ കുട്ടികൾ നിൽപ്പുണ്ട്. 12,000, 13,000 ഒക്കെ ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. ഇവിടെ വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. അത്യാവശ്യം ഒരു ലൈവ് വെയിറ്റ് 150-175 കിലോ ഒക്കെ വരുന്ന പോത്തുകൾ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾ എന്തായി ഭാഗത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഈ ആഴ്ച എന്തായാലും പോത്തുകുട്ടിക്ക് ആളില്ല. ഈ നിൽക്കുന്ന ജോഡി ഒരെണ്ണം 25 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഈ നിൽക്കുന്ന കുട്ടികൾ നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ്. ആന്ധ്ര കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 25,000 രൂപയാണ് ഒരു കുട്ടിക്ക് ചോദിക്കുന്നത്. ലൈനായിട്ട് നിർത്തിയിരിക്കണം. 5-10 എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നമ്മളൊരു 15 രൂപ പറഞ്ഞു ഓരോ കുട്ടികൾ. അതിന് കച്ചവടം നടക്കില്ലെന്നാണ് പറയുന്നത്. 15 രൂപയ്ക്ക്. ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. 17 രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഓരോ കുട്ടിക്കും. പോത്തുകുട്ടി എടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. ആ വെള്ളക്കുട്ടി ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. പുള്ളി ഇങ്ങനെ കൊണ്ട് കറങ്ങി കിടക്കുകയാണ്. വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളപ്പോത്തുകുട്ടി അതൊക്കെ ഒരു 7 രൂപ 8 രൂപയ്ക്ക് അകത്ത് കച്ചവടം നടക്കും. വലിയ എരുമകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. വലിയ എരുമ ഇന്ന് കുറവാണ്. ചെറിയ എരുമകളൊന്നും ഇന്ന് വന്നിട്ടില്ല. ചെറിയ എരുമകൾ, വലിയ എരുമകളാണ് കൂടുതൽ നിൽക്കുന്നത്.
ഈ ഭാഗത്തും കുറച്ച് വലിയ എരുമകളാണ് നിൽക്കുന്നത്. 40,000 50,000 ഒക്കെ ചോദിക്കുന്ന എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. നമ്മൾ 2 എരുമയ്ക്ക് വില ചോദിച്ചായിരുന്നു. അത് 94,000 രൂപ അവർ വില പറഞ്ഞായിരുന്നു. നമ്മൾ 70 രൂപ വരെ പറഞ്ഞു. 2 വലിയ എരുമയ്ക്ക് 94 രൂപ ചോദിച്ച് നമ്മൾ 70 രൂപ വരെ പറഞ്ഞു. എരുമയ്ക്ക് ഇന്ന് വിലയുണ്ടെന്ന് നമ്മുടെ ബ്രോക്കർ പറഞ്ഞത്. ഇവിടെയൊക്കെ നിൽക്കുന്ന വലിയ കൊമ്പുള്ള ഇതാണ്. ഈ 2 എരുമയ്ക്കാണ് നമ്മൾ 94 രൂപ ചോദിച്ചത്. അവർ 94 ചോദിച്ചാൽ നമ്മൾ 70 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ പശുക്കളെ ഏരിയയിലോട്ട് തന്നെ പോവുകയാണ്. പശു വാങ്ങാൻ ഇന്ന് ലാഭമുണ്ട്. തടിപ്പശു ആയാലും കറവയുള്ള പശുക്കളായാലും വാങ്ങാൻ ലാഭമുണ്ട്. ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. നല്ല കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഗീറിൻ്റെ ക്രോസ് കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ഗീറിൻ്റെ ഒരു കുട്ടിയാണ് നിൽക്കുന്നത്, ക്രോസ്. ഈ പശുവിന് 40,000 രൂപയാണ് ചോദിച്ചത്. അതിന് ചെറിയ വില കുറഞ്ഞ പശുക്കളും ഉണ്ട്. ഒരു 16,000 17,000 രൂപയ്ക്കകത്തൊക്കെ കിട്ടുന്ന പശുക്കളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നമ്മളങ്ങനെ തീരെ അസ്ഥിക്കൂടം മാതിരിയുള്ള പശുക്കളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ എടുത്തതിനെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കട്ടെ. 2-3 ജല്ലിക്കെട്ട് കാള, ആ സൈസ് മോഡൽ കാളക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനൊക്കെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പശുക്കളുമുണ്ട്, പല റേറ്റിനുമുള്ള പശുക്കൾ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ സ്ഥിരം പശു വാങ്ങുന്ന കസ്റ്റമറാണ് ഇവർ. അവരിന്ന് രാവിലെ നമ്മളൊരു പശു വാങ്ങിയായിരുന്നു. നാടൻ കുട്ടികളൊന്നും വന്നിട്ടില്ല, എല്ലാം വരവാണ്. നല്ല മൂരിക്കുട്ടികളൊന്നും, ചെറിയ വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികളൊന്നും ഇന്ന് ഇവിടെയും കണ്ടിട്ടില്ല. രാവിലെ ഇനി ആ സൈഡിൽ കുട്ടികൾ വിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നോന്നറിയില്ല. നമ്മൾ ആ സമയത്തൊക്കെ ഇവിടെ പശുവിൻ്റെ ഏരിയയിലായിരുന്നു. 6 പശുക്കളെ വാങ്ങി നമ്മൾ ഈ സമയം കൊണ്ട്. ഒന്നുകൂടെ ഒന്ന് കറങ്ങുകയാണ്. നല്ലൊരു വളർത്തുകുട്ടി അവിടെ നിൽപ്പുണ്ട്. 15 രൂപ ചോദിക്കുന്നുണ്ട്. 15 രൂപ. അവരെന്തൊക്കെ ചന്തക്കോട് ഭാഷയൊക്കെ പറയുന്നുണ്ട്. അതവർ അവിടെ ഉള്ളവർ തന്നെയാണ് കച്ചവടം ചോദിക്കുന്നത് വില. വലിയ പശുക്കൾ ഇവിടെ ഉണ്ട്. 40,000 50,000 ഒക്കെ ചോദിക്കുന്ന പശുക്കളുണ്ട്. വയസ്സ് കാള ഇവിടെ 2 എണ്ണം നിൽപ്പുണ്ട്. ഈ കുട്ടി നല്ലൊരു വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടിയായിരുന്നു. വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഓരോ പശുക്കൾക്ക് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ പോയി വില ചോദിച്ച്, ചിലപ്പോൾ രണ്ടാമത്തേന് 3-ാമത്തെ വില ചോദിപ്പിലൊക്കെയാണ് കച്ചവടം നടക്കുന്നത്. ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് വില ചോദിച്ച് നമ്മളൊരു വില പറഞ്ഞങ്ങ് പോവും. വീണ്ടും നമ്മൾ കറങ്ങി വരും. ആരും കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു വിലയോടെ പറയും. ഒരു 500,000 രൂപയുടെ കയറ്റി വയ്ക്കും. അത് തന്നെയാണ് ചന്തയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശുവിനെ ഒരു വില വെച്ചുകൊണ്ടിരിക്കുകയാണ്. 33,000 രൂപ ചോദിക്കുന്നുണ്ട്. 33,000 രൂപ ഈ പശുവിന് ചോദിക്കുന്നുണ്ട്. പാലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ തടിപ്പശുവായിട്ട് വാങ്ങാനേ പറ്റുള്ളൂ. പാല് എത്രത്തോളം കിട്ടുമെന്നറിയില്ല. ആ ഭാഗത്ത് നല്ല പാലുള്ള പശുക്കളെയൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട്. തടിപ്പശുവിൻ്റെ വിലയ്ക്ക് നമുക്കിവിടുന്ന് കറവ പശുവിനെ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം അവർ പറയുന്ന പാലൊന്നും നമുക്ക് നാട്ടിൽ വരുമ്പോൾ കിട്ടണമെന്നില്ല. ഒരു 10 പറഞ്ഞാൽ 7 ലിറ്ററേ കിട്ടത്തുള്ളൂ നാട്ടിൽ വരുമ്പോൾ. പിന്നെ കുറേ നാൾ നാട്ടിൽ വന്ന് സെറ്റായതിനു ശേഷം പാല് കിട്ടത്തുള്ളൂ. ഈ പശുവിനെ നമ്മൾ വാങ്ങിയതാണ്. തുടക്കം നമ്മൾ വാങ്ങിയ പശുവാണ്. ഇവിടെ ഒരു പൈക്കുട്ടിക്ക് വേണ്ടി അവർ ഇവിടെ ഉള്ള ആൾ തന്നെ, ആ ചേച്ചി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 13 രൂപ ചോദിച്ച് ഒരു 7,000 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടിക്ക് 7 രൂപ പറഞ്ഞിരിക്കുകയാണ്.
പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പശു ഒരുപാട് വന്നിന്ന്, കറവയുള്ളതും കറവ പറ്റിയമായ പശുക്കൾ വന്നിന്ന്. മൂരിക്കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. കാള, മൂരി. പല സൈസിലുള്ള കന്നുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവിടുത്തെ നാട്ടിൻപുറത്ത് നിന്ന് പശു എൻ്റെ കുട്ടിയാണ്. അവിടെ 2 ഗീറിൻ്റെ മൂരിക്കുട്ടന്മാരെ പോകണം, അങ്ങോട്ട് പോയി നോക്കണം. എന്തോ ചോദിക്കുന്നത് പറ്റിയാന്ന് നമുക്ക് എടുക്കാമെന്നുള്ള ഇതിലാണ്. വലിയ പശുക്കളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം. ഇവിടെ 2 ഗീറിൻ്റെ മൂരിക്കുട്ടന്മാരെ ഇപ്പോൾ ഉണ്ട്. 42 രൂപ ചോദിക്കുന്നുണ്ട്. ഒരെണ്ണം ഒരു 10-60 കിലോ വരും, ഒരെണ്ണം ഒരു 40-45 കിലോയ്ക്ക് അടുത്ത് വരും. ഈ നിൽക്കുന്ന ഇത്തിരി വളർച്ച എത്തിയ കുട്ടിയാണ്, മറ്റേ ഇത്തിരി ചെറുതുമാണ്. ഒരു 40 കിലോ പ്രതീക്ഷിച്ചാൽ മതി. രണ്ടും കൂടെ ഒരു 100 കിലോ അത്ര പ്രതീക്ഷയായി. പക്ഷെ അവർ 42 രൂപ ചോദിക്കുന്നുണ്ട്. 34,500 ലാസ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ വിട്ടു. അങ്ങനെ ഒരു ഡേഞ്ചർ ഡബിൾ കയറിലിട്ടേക്കുന്ന ഒരു ആളെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. 45,000 രൂപയാണ് അതിന് ചോദിച്ചത്. ഡബിൾ കയറിലിടണം. അവൻ ഇത്തിരി നല്ല ഡേഞ്ചറാണ്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ആ കറുപ്പ് നമ്മൾ വാങ്ങിയതാണ്, കറുപ്പും വെള്ളം കൂടെ ചേർന്നത്. അത് നമ്മൾ വീഡിയോയിൽ ആ സമയത്ത് ഉൾപ്പെടുത്തിയില്ലായിരുന്നു. ഇതിനെ കൂടെ കഴിച്ചിട്ട് നേരായിട്ട് പോകുന്നുണ്ട്. ഇനിയും കുറച്ച് പശുക്കളിപ്പോൾ ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. പശുക്കളെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഇതിനും വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും ഏകദേശം ചിലപ്പം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ജല്ലിക്കെട്ട് കാള ആകെ ഒരു ഏകദേശം അത് നമ്മളെ കയ്യിൽ വരും. ഒരു 45 രൂപ ചോദിച്ചു. നമ്മളൊരു വില പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കച്ചവടത്തിനായതുകൊണ്ടാണ് നമ്മൾ ഫൈനലാണ് വാങ്ങിയ വില പറയാത്തത്. ഓക്കെ, അതും കച്ചവടമായിരിക്കുകയാണ്. ഇവന് വേണ്ടി ഒരുപാട് പേര് വില പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ഇതുവരെയായിട്ട് കച്ചവടമായിട്ടില്ല. നല്ല സൈസ് ഒരു കാള തന്നെയാണ്. അവിടെയും 2 ജോഡി നിൽപ്പുണ്ട്. ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. അവരുമായിട്ട് കുസ്തി പിടിക്കാനുള്ള പരിപാടിയാണെന്ന് നോക്കുന്നത്. മണ്ണെല്ലാം കൈകൊണ്ട് ചുരണ്ടി മാറ്റുന്നുണ്ട്. ആളൊരു കില്ലാടി തന്നെയാണ്. മണി 7 കഴിഞ്ഞു, 7:30 മണിയായി. എന്തായാലും ഇപ്പോഴും കുറച്ചുകൂടെ കന്ന് നിൽപ്പുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കുകയാണ്. വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് കൊല്ലത്തേക്ക് വരുന്ന വണ്ടിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആറ്റിങ്ങൽ ഉള്ളവരാണ്. ആറ്റിങ്ങൽ വരെ കൊണ്ടുവരുന്നതിന് ഒരു മാടിന് 3000 രൂപയാണ് അവർ പറഞ്ഞത്. കൊല്ലത്ത് വരെ ഇറക്കുന്നതിന് 2250 രൂപയും പറഞ്ഞു. കൊല്ലത്ത് നിന്ന് ഇറക്കിയാലും പിന്നെ ഒരു വണ്ടി വിളിച്ച് അവർക്ക് ആറ്റിങ്ങലേക്ക് വന്നാൽ അതുകൊണ്ട് 3000 രൂപ പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ്. അവർ ഒരു സൈറ്റിൽ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് 3000 രൂപ വെച്ച്. 7 പശു 3 മൂരിക്കുട്ടി മറ്റേ ജല്ലിക്കെട്ടിൻ്റെ സൈസ് കാളയും വാങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച. അടുത്തൊരെണ്ണത്തിനും കൂടെ തൂക്കിയിരിക്കുകയാണ്. ഇവാള് പാവമാണെന്ന് തോന്നുന്നു. അവനെ നമ്മളൊരു വില പറഞ്ഞ്
തൂക്കിയിരിക്കുകയാണ്. എല്ലാത്തിനും ഡബിൾ കെയറിൽ ഉള്ള പരിപാടിയാണ് അവൻ. എന്തായാലും അവനെ കൂടെ തൂക്കിയിരിക്കുകയാണ്. അന്തം വിട്ട വെയിൽ. നമ്മളെ കേരളത്തിലേക്കാണ് നല്ല വെയിൽ കുറവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ല. അണ്ണാച്ചിവനൊക്കെ കയ്യിൽ ഊരി തലവഴി ഇട്ടേക്കുവാണ്. ഇവൻ ഭയങ്കര ഡേഞ്ചർ തന്നെ. ഇവൻ എന്താ മണ്ണ് നീക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവന് കുത്തുള്ള പരിപാടിയാണ്. മണ്ണ് കൈ കൊണ്ട് ഇതാ നീക്കി എറിയുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇവൻ ഇവിടെ നിന്ന് പണി തരും. അതുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. ഓക്കെ, ബായ്.